ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 23 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2000 വർഷം പഴക്കമുള്ള ഏത് റോമൻ ചുരുളിലെ അക്ഷരങ്ങളാണ് അടുത്തിടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വായിച്ചെടുത്തത്? ഉത്തരം AD 79 ഇറ്റലിയിലെ പോംപെ നഗരത്തിലുണ്ടായ മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഭാഗികമായി കരിഞ്ഞുപോയ ചുരുൾ. ചുരുളിലെ അക്ഷരങ്ങൾ വായിക്കുന്നതിനായി വെസൂവിയസ് ചാലഞ്ച് എന്ന പേരിൽ ശ്രമങ്ങൾ നടന്നിരുന്നു. AI ഉപയോഗിച്ച് ചുരുളിലെ ഗ്രീക്ക് അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ സംഘത്തിന് $7 ലക്ഷം സമ്മാനമായി ലഭിച്ചു. തത്വചിന്തകനും കവിയുമായ ഫിലോഡോമസ് എഴുതിയതാണ് ഈ പാപ്പിരസ് ചുരുളുകളെന്നും സംഗീതം, ഭക്ഷണം, ജീവിതം എന്നിവ എങ്ങനെ ആസ്വദിക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് ഉള്ളടക്കമെന്നും കരുതപ്പെടുന്നു. ആകെ 800ഓളം ചുരുളുകളാണ് അവശേഷിക്കുന്നത്. അതിൽ 5% മാത്രമാണ് ഇപ്പോൾ വായിച്ചെടുത്തത്. സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ 66ാം ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ദിസ് മൂമെന്റ്. സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടേതാണ് ആൽബം. ആൽബത്തിലൂടെ ശങ്കറിനും സാക്കിർ ഹുസൈനും പുറമെ ഇന്ത്യക്കാർ കൂടിയായ താളവാദ്യ വിദഗ്ധൻ വി സെൽവ ഗണേഷ്, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ എന്നിവർക്കും ബ്രിട്ടീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മെക്ലാഫിനും പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള പുരസ്കാരം പഷ്തോ എന്ന ഗാനത്തിലൂടെ പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാകേഷ് ചൗരസ്യ നേടി. 5 ഇന്ത്യക്കാർക്കാണ് ഇക്കുറി ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചത്. പോപ്പ് ഗായിക ടെയ്ലർ സ്വിഫ്റ്റിന്റെ മിഡ് നൈറ്റ്സ് മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് ഗായിക എന്ന നേട്ടവും സ്വിഫ്റ്റ് സ്വന്തമാക്കി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ജയ്ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കൂടിയായ ജയ്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ പുത്രനാണ്. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി ചെസ് താരം? ഉത്തരം SL നാരായണൻ. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ 26-കാരൻ. ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം? ഉത്തരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി? ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായും പ്രവർത്തിച്ചിരുന്നു. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥൻ അന്തരിച്ചു. പേര്? ഉത്തരം KS പ്രേമചന്ദ്രക്കുറുപ്പ്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. 2024 ഫെബ്രുവരി 10 അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ? ഉത്തരം A രാമചന്ദ്രൻ. യയ്യാതി, താമരക്കുളം തുടങ്ങിയ ചിത്രകലാ പരമ്പരകളും ഗാന്ധിരേഖ ചിത്ര പരമ്പരയും പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ ശ്രീ പേരുംപൂതൂരിലെ രാജീവ് ഗാന്ധി സ്മാരകത്തിൽ കരിങ്കലിൽ തീർത്ത കൂറ്റൻ ശില്പം രൂപകൽപ്പന ചെയ്തത് A രാമചന്ദ്രനാണ്. പത്മഭൂഷൺ, വിശ്വഭാരതി സർവകലാശാലയുടെ ഗഗനേന്ദ്രനാഥ് അപനേന്ദ്രനാഥ് പുരസ്കാരം, രാജാ രവിവർമ്മ പുരസ്കാരം, കാളിദാസ് സമ്മാൻ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ മുദ്രകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ ഓണററി ചെയർമാനായിരുന്നു. എത്രാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് 2024 ഫെബ്രുവരി 4 മുതൽ 11 വരെ പമ്പ നദീതീരത്ത് സമ്മേളിച്ചത്? ഉത്തരം
112. 129 മരാമൺ കൺവെൻഷനും ഫെബ്രുവരി 11 മുതൽ 18 വരെ പമ്പാ തീരത്ത് നടന്നു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമിന്റെ പേര്? ഉത്തരം സി സ്പേസ്. രാജ്യത്തെ ആദ്യ സർക്കാർ OTT പ്ലാറ്റ്ഫോമാണിത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം കെ സ്മാർട്ട്. സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിക്കുന്നത്? 2024 ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇത് വികസിപ്പിച്ചത്. രാജ്യദ്രോഹ കുറ്റത്തിന് തടവിൽ കഴിഞ്ഞ 8 ഇന്ത്യക്കാരായ മുൻ നാവികരെ ഏത് രാജ്യമാണ് അടുത്തിടെ മോചിപ്പിച്ചത്? ഉത്തരം ഖത്തർ. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യവെയാണ് ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് 2022 ഇവർ അറസ്റ്റിലായത്. ഒരു മലയാളിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 26 ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഡിസംബറിൽ വധശിക്ഷ ഇളവ് ചെയ്തു. വാലന്റൈൻസ് ഡേ എന്നാണ്? ഉത്തരം ഫെബ്രുവരി 14. 2024 ഫെബ്രുവരി 13 അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ? ഉത്തരം ദത്താജി റാവു ഗേക്വാദ്. 1952 ഇംഗ്ലണ്ടിനെതിരെയായ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ഗേക്വാദ് 11 ടെസ്റ്റുകളിൽ കളിച്ചു. 1959 ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയെ നയിച്ചു. 2024 ഏറ്റവും കൂടുതൽ ഭാരതരത്ന ബഹുമതി നൽകപ്പെട്ടത്? എത്ര പേർക്കാണ് ബഹുമതി നൽകിയത്? ഉത്തരം 5 പേർക്ക്. 1954 നൽകി തുടങ്ങിയ ഭാരതരത്ന ബഹുമതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷം 5 വ്യക്തികൾക്ക് ബഹുമതി പ്രഖ്യാപിച്ചത്. 1999 4 പേർക്ക് നൽകിയിരുന്നു. 2024 ജനുവരി 23 കർപ്പൂരി ടാക്കൂറിനും ഫെബ്രുവരി 3 LK അദ്വാനിക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 9 മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, മലയാളി കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചു. ഭാരതരത്ന നേടിയ രണ്ടാമത്തെ മലയാളിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് കൂടിയായ MS സ്വാമിനാഥൻ. ആലപ്പുഴ കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ തറവാടുള്ള സ്വാമിനാഥൻ 1925 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഗോതമ്പിന്റെയും അരിയുടെയും വൻതോതിൽ വിളവ് നൽകുന്ന വിത്തിനങ്ങൾ അവതരിപ്പിക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും വഹിച്ച സുപ്രധാന പങ്കാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന വിശേഷണം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. 2007-2013 കാലത്ത് രാജ്യസഭാ അംഗമായിരുന്നു. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. 20ാം നൂറ്റാണ്ടിൽ ഏഷ്യ കണ്ട ഏറ്റവും സ്വാധീനമുള്ള 20 വ്യക്തികളിൽ ഒരാളായി ടൈം മാഗസിൻ സ്വാമിനാഥനെ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 3 പേരിൽ മറ്റു 2 പേർ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. UPയിലെ ആദ്യ കോൺഗ്രസീതര മുഖ്യമന്ത്രിയായ ചൗധരി ചരൺ സിംഗ് 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു. 1979 ജനതാ പാർട്ടി പിളർത്തി കോൺഗ്രസ് പിന്തുണയോടെ 6 മാസം പ്രധാനമന്ത്രി പദവി വഹിച്ചു. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ചരൺ സിംഗ്. രാജ്യത്തിന്റെ 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് രാജ്യത്ത് സാമ്പത്തിക ഉദാരീകരണത്തിനുള്ള നിർണായകമായ തീരുമാനങ്ങൾ നടപ്പാക്കിയത്. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റാവുവിന്റെ
ആത്മകഥാപരമായ നോവലാണ് ദ ഇൻസൈഡർ. സഞ്ജയ് ബാരു രചിച്ച കൃതിയാണ് 1991 ഹൗ PV നരസിംഹ റാവു മെയ്ഡ് ഹിസ്റ്ററി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.